മാലിക് ഇമാം റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് മയ്യിത്തിന്റെ രഹസ്യാവയവത്തിൽ അല്ലെങ്കിൽ അതിന്റെ സമീപത്ത് കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈയിന്റെ വിരലൊട്ടിപ്പിടിച്ചു പോയി. പണ്ഡിതന്മാരോട് പലരോടും ചോദിച്ചു എന്ത് ചെയ്യണം. ആർക്കും ഒരു കൃത്യമായി ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് കേട്ടത് പള്ളിയിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഉണ്ട്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്ന് വിവരം പറഞ്ഞു. മയ്യിത്ത് കുളിപ്പിക്കുന്ന സ്ത്രീയുടെ കൈയിന്റെ വിരല് മയ്യിത്തിന്റെ രഹസ്യാവയവത്തിന്റെ സമീപത്ത് ഒട്ടിപ്പിടിച്ചു പോയി. വിരല് മുറിച്ച് മയ്യിത്തിനെ രക്ഷപ്പെടുത്തണോ, മയ്യിത്തിന്റെ ഭാഗം മുറിച്ച് വിരല് രക്ഷപ്പെടുത്തണോ? മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പാണ്ഡിത്യം, അവിടുത്തെ ആത്മീയമായ ചൈതന്യം, അവിടുത്തെ പവർ മനസ്സിലാക്കാനാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാകാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ മഹത്വത്തിന് വേറെ ഒന്നും പറയേണ്ടതില്ലല്ലോ. അതേ മദീനയിലെ ഇമാമു ദാരുൽ ഹിജ്റ, ദാറുൽ ഹിജ്റ മദീനയാണ്, ഹിജ്റയുടെ രാജ്യം. ആ രാജ്യത്തെ ഇമാം എന്ന അപരനാമം നൽകപ്പെട്ട ആളാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി ഒരു കാലഘട്ടം വരും, ലോകത്തുള്ള ആളുകളൊക്കെ വാഹനപ്പുറത്ത് വാഹനവുമായി ഇൽമു തേടാൻ പോകും. മദീനയിലെ ഒരു പണ്ഡിതൻ മാത്രമാണെന്ന് പരിപൂർണമായ നിലയ്ക്ക് ഇൽമു പഠിപ്പിക്കാൻ ഉണ്ടാകുന്നത് എന്ന് ഹബീബ് നബി തങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ആളാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ചും നേരത്തെ തന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമാ, ഖുറൈശിക്കാരനായ ഒരു വലിയ പണ്ഡിതൻ വരും. അങ്ങനെ ഭൂമിയുടെ എല്ലാ തട്ടുകളും എല്ലാ ഭാഗങ്ങളും ഇൽമിനാൽ ആ മഹാൻ നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് എന്റെ ഉസ്താദ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെന്ന് 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമികളെയും നോക്കിയാൽ നമുക്ക് കാണാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പേർഷ്യക്കാരായ ചില ആൺകുട്ടികളായ പണ്ഡിതന്മാർ, അഥവാ പേർഷ്യക്കാരനായ ഫാരിസ് ഭാഷ സംസാരിക്കുന്ന വലിയ മഹാനായ ഒരു പണ്ഡിതൻ, അതാ സുറയ്യ എന്ന നക്ഷത്രത്തിനടുക്കലാണ് ഇൽമെങ്കിലും അദ്ദേഹം അത് കണ്ടെത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അങ്ങനെ ഇമാമിങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ഹബീബ് നബി തങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് അതാ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിലുണ്ടെന്ന് കേട്ടപ്പോ ഈ മസ്അല ചോദിക്കാൻ വേണ്ടി ചെന്നു. പറഞ്ഞു, മയ്യിത്തിന്റെ ശരീരത്തിൽ കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈവിരൽ ഒട്ടിപ്പിടിച്ചു പോയി. ബഹുമാനപ്പെട്ടവരുടനെ തന്നെ പറഞ്ഞത് എന്താണ്? ആ മയ്യിത്തിനെ സംബന്ധിച്ച് ആ കുളിപ്പിക്കുന്ന പെണ്ണ് വ്യഭിചാര ആരോപണം പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു പറച്ചിലാണ്! ആ മയ്യിത്ത് കുളിപ്പിക്കുന്ന പെണ്ണ് മയ്യിത്തിനെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അറിയാമല്ലോ സഹോദരിമാരെ, സഹോദരന്മാരെ, പെണ്ണുങ്ങളുണ്ടാവോ ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ചില ആളുകൾക്ക് നാവ് കൊണ്ട് എന്ത് പറയണം, എവിടെ പറയണം, എപ്പോൾ പറയണം എന്ന യാതൊരു ചിന്തയുമില്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മൈ അൽമനു ലീ മാ ബൈന ലിഹീഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവനവന്റെ 2 താടിയെല്ലിന്റെ ഇടയിലുള്ള നാവ് കൊണ്ടും അതുപോലെ 2 കാലിനിടയിലുള്ള ഗുഹ്യാവയവങ്ങളെ കൊണ്ടും
രഹസ്യാവയവങ്ങളെ കൊണ്ടും തെറ്റ് ചെയ്യുകയില്ലെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ അവന് സ്വർഗം കൊടുക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം. 2 അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യാതെ ജീവിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബേ, വല്ല ദുർബല നിമിഷത്തിലും അറിവില്ലാതെ ചിന്തയില്ലാതെ വല്ല തെറ്റുകളും ഞങ്ങളിൽ ആരിൽ നിന്നെങ്കിലും വന്നെങ്കിൽ ഞങ്ങളെല്ലാം പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ തന്ന നാവും നീ തന്ന എല്ലാ അവയവങ്ങളും നിന്റെ പൊരുത്തത്തിൽ മാത്രം ചെലവഴിക്കാൻ നീ ഭാഗ്യം തരണം റഹ്മാനേ. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഈ ഖാദിരിയ മജ്ലിസിൽ വെച്ച് ഓർക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവം ഞാൻ മറന്നു എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ചു വരും. നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞേക്കരുത്. കള്ളം പറഞ്ഞേക്കരുത്. കള്ളം പറയരുത്. ഏഷണി പറയരുത്. ഭീഷണി നടത്തരുത്. ചീത്ത വിളിക്കരുത്. നിന്ദിച്ച് സംസാരിക്കരുത്. അല്ലാഹു തന്ന നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത വാചകങ്ങളൊന്നും ഞാൻ പറയില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. നാവ് അല്ലാഹു തആല തന്നത് ഖുർആൻ ഓതാനാണ്. നാവ് റബ്ബ് നമുക്ക് തന്നത് ദിക്ർ ചൊല്ലാനാണ്. അല്ലാഹുവിന്റെ പേര് പറയാനാണ്, വിളിക്കാനാണ്. യാ റബ്ബു യാ നൂർ യാ ഹഖു യാ മുബീൻ. മുഹീദ്ദീൻ റാത്തീബിലെ ഒരു ദിക്റാണ്, അല്ലാഹുവിന്റെ പേരാണ്. അതുപോലെ ഹദ്ദാദ് റാത്തീബിൽ അത്തരം പേരുകളുണ്ട്. റാത്തീബുകളിലെല്ലാം അത്തരം പേരുകളുണ്ട്. അല്ലാഹുവിന്റെ പേര് വിളിക്കാൻ തന്നെയാണ് നാവ്. അവന്റെ പേരുച്ചരിക്കാൻ തന്നെയാണ് നാവ്. അവന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയാനും അവിടുത്തെ മദ്ഹ് പറയാനുമാണ് നാവ്. അവിടുത്തെ മദ്ഹ് കേൾക്കാനും അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാനും ആ റബ്ബിന്റെ നിയമങ്ങൾ കേൾക്കാനും തന്നെയല്ലേ നമ്മുടെ കാത്. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്തതൊന്നും പറഞ്ഞേക്കരുത്. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ജനങ്ങളിൽ പലരുടെയും സംസാരത്തിൽ ഖൈറില്ല. ഖുർആനിൽ അല്ലാഹ് പറയാണ്, അതേ ഖൈറുള്ള സംസാരം ഏതാണ്? ധർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്ന സംസാരം ഖൈറുള്ള സംസാരമാണ്. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതാ ഖൈറായ സംസാരമാണ്. അതേ അതുപോലെ തന്നെ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തെറ്റി ജീവിക്കുന്നവരെ നന്നാക്കുക. പരസ്പരം അതാ സംസാരിച്ച് അകന്ന് നിൽക്കുന്നവരെ അടുപ്പിക്കുക. അതിനു വേണ്ടിയുള്ള സംസാരം നല്ല സംസാരമാണ്. അത് അല്ലാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട് ആരെങ്കിലും ചെയ്താലോ ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ, അവർക്ക് വലിയ പ്രതിഫലം നമ്മൾ കൊടുക്കുമെന്നല്ലേ ഖുർആൻ പറയുന്നത്. ആരെയും തമ്മിൽ തെറ്റിക്കുന്നൊരു വാചകം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു പോകരുത്. സ്നേഹിച്ച് ജീവിക്കുന്നവരെ തമ്മിൽ അകറ്റാൻ വളരെ പെട്ടെന്ന് കഴിയും. നിന്നെ സംബന്ധിച്ച് അവൻ ഇന്നത് പറഞ്ഞു എന്ന് ഉള്ളതോ ഇല്ലാത്തതോ ഇവൻ കൊണ്ടുവന്ന് ഇവന്റെ മുമ്പിൽ പറഞ്ഞാൽ അതിന്റെ പേരാണ് നമീമത്ത്, അതിന്റെ പേരാണ് ഏഷണി. അതിലൂടെ അകന്നു പോവുകയാണ് കുടുംബം, അകന്നു പോവുകയാണ് അയൽവാസികൾ, അകന്നു പോവുകയാണ് നേതാക്കളും അനുയായികളും അകലുകയാണ്, ഉസ്താദും ശിഷ്യനും അകലുകയാണ്, എത്ര ബന്ധപ്പെട്ട ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു പോവുകയാണ്. കാരണം അതാ അവൻ അവിടെ നിന്നത് പറഞ്ഞു എന്ന് നേരാകട്ടെ കളവാകട്ടെ വന്ന് ഇപ്പുറത്ത് പറഞ്ഞു കൊടുത്താൽ ജനങ്ങളെ അകറ്റുന്ന സംസാരമാണ്. അവന് സ്വർഗമില്ല കേട്ടോ. ലാ യദ്ഖുൽ ജന്നത നമ്മാബുൽ, ഏഷണി പറയുന്നവൻ, പരസ്പരം തെറ്റിക്കാൻ സംസാരിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ കടക്കൂല. സ്നേഹിക്കുന്ന അനുയായികളെ അകറ്റിക്കളയാൻ
നേതാക്കളുടെ പേരിൽ സുബ്ഹാനല്ലാഹ് ശുദ്ധമായ കളവും ആരോപണവും പറയുന്ന ഓൺലൈനുകാരുണ്ട്. സ്വർഗ്ഗത്ത് കടക്കൂല. പരസ്പരം തെറ്റിക്കാൻ എഴുതുകയും പറയുകയും ചെയ്യുന്നവർ. ലാ യദ്ഖുൽ ജന്നത നമ്മാം. അല്ലാഹു നമുക്ക് നാവ് തന്നത് ഏഷണി പറയാനല്ല, ഭീഷണിപ്പെടുത്താനല്ല, കളവ് പറയാനല്ല. ഓ സുഹൃത്തുക്കളെ, നല്ലത് പറയാനാണ്. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദീ തങ്ങൾ കുട്ടിക്കാലത്ത് അറഫ ദിവസം അവിടെ ഉഴുതുകൊണ്ടിരിക്കുന്ന കാളയുണ്ട്. ആ കാളയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു. കുട്ടിയാണല്ലോ, കുട്ടികൾ അങ്ങനെ കളിയൂലേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാള തിരിഞ്ഞു നോക്കിയിട്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആകുന്ന കുട്ടിയോട് കാള സംസാരിച്ചു. സംസാരിച്ചത് എന്താണ്? അലിഹാദ ഹുലിഖത അംബിഹാദ ഉമിർത. ഇതിനാണോ നിങ്ങൾ പടക്കപ്പെട്ട് ഇങ്ങനെ കാളന്റെ പിന്നാലെ നടക്കാൻ? ഇതാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം കേട്ട് അത്ഭുതപ്പെട്ട് ഓടിപ്പോയി വീട്ടിന്റെ ടെറസിൽ കയറി ആ കുട്ടി താഴോട്ട് നോക്കുമ്പോൾ അറഫാ മൈതാനിയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയ കാഴ്ച കാണുന്നു. അവിടുന്ന് താഴെ ഇറങ്ങി വന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് ഇൽമു പഠിക്കാൻ പോകണം, ഉമ്മ സമ്മതം തരണം. ബാപ്പ ഉമ്മയുടെ സമ്മതമില്ലാതെ ഒരു കാര്യവും ചെയ്തേക്കരുതേ യുവാക്കളെ. ബാപ്പ ഉമ്മ എന്ന് പറയുന്നത് അത്രയും പരിഗണിക്കപ്പെടേണ്ടവരാണ്. അവരെ സമ്മതമില്ലാതെ ഒരു ഖത്തറിലും അതേ ഒരു ബോംബെയിലും അതേ ഒരു UAE-യിലും ഒരു സ്ഥലത്തും പോയിക്കൂടാ. ഒരു കാര്യവും ബാപ്പ ഉമ്മാന്റെ സമ്മതമില്ലാതെ ചെയ്തുകൂടാ. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ അവരെ സമ്മതം വേണ്ട. പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ അവരെ സമ്മതം വേണ്ട. എന്നാൽ അവർ രോഗത്തിൽ കിടക്കുന്നവരായതുകൊണ്ട് മകനതാ പള്ളിയിലേക്ക് ജുമക്ക് പോയാൽ അതാ ഈ ബാപ്പ തീരെ രോഗത്തിലാണ്, അല്ലെ ഉമ്മ തീരെ രോഗത്തിലാണ്, ആ ഉമ്മാന്റെ മനസ്സിന് ക്ലേശമാകും, ബുദ്ധിമുട്ടാകുമെന്ന് വന്നാൽ ജുമക്ക് പോകല് പോലും ആ മകന് അപ്പോൾ നിർബന്ധമില്ല. ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പരിഗണന കൊടുക്കേണ്ടവരാണ്. ഇന്നത്തെ യുവാക്കൾക്ക് അങ്ങനെ ഒരു ബോധമില്ല. ബാപ്പ ഉമ്മ പറഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത ഒരുപാട് യുവാക്കളുണ്ട്. ഇവിടെ ഉണ്ടെന്നല്ല, ഇല്ലെന്നുമല്ല. ഓ സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മാന്റെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരു വാചകം പോലും പറയാൻ പാടില്ല, ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ഇൽമു പഠിക്കാനാണ് പോകുന്നത്. ബാപ്പ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മാന്റെ സമ്മതം കിട്ടണം. ഉമ്മാനോട് സമ്മതം ചോദിച്ചപ്പോ ഉമ്മ സമ്മതം കൊടുക്കുന്നു ബഗ്ദാദിലേക്ക് പോകാൻ. ഉമ്മ എന്തു ചെയ്തു? സഹോദരനും മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്കും അവകാശപ്പെട്ട കുറച്ച് പണമുണ്ട്, സ്വർണമുണ്ട്. അന്ന് ഇന്നത്തെ പോലെ കറൻസി നോട്ടുകളല്ല. ആ പൊന്നെടുത്ത് ജേട്ടനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ട് മഹാനവറുകൾക്കുള്ള 40 ദീനാർ അതെടുത്ത് ഒരു ചെറിയ സഞ്ചിയിലാക്കി കെട്ടിയിട്ട് കക്ഷത്ത് വെച്ചു കൊടുത്തു. ഒരാളും കാണണ്ട മോനെ. കച്ചവട സംഘത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആകുന്ന മുതഅല്ലിം, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇൽമു പഠിക്കുന്ന കാലത്ത് നമ്മുടെ സ്വഭാവം എങ്ങനെയാകണം? ഒരു കളവും പറയാത്ത സ്വഭാവമാകണം. അപ്പോഴേ ഇൽമിൽ ബറക്കത്തുണ്ടാകൂ, അപ്പോഴേ നമ്മളെ ഇൽമു കൊണ്ട് ഫലം കിട്ടൂ. അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കള്ളം പറയൂല. മുനാഫിഖിന്റെ ലക്ഷണമാണ് കള്ളം പറയലെന്ന് ബുഖാരിയുടെ ഹദീസല്ലേ. ഈമാൻ ഉള്ളിലുള്ളവൻ കളവ് പറയൂല. ഏത് സമയത്തും അതാ സത്യം മാത്രം പറയുക. നഖൂലൽ ഹഖ്ഖ വഇൻ കാന മുറാ, കൈപ്പുറ്റതാണെങ്കിലും സത്യം മാത്രം പറയുക എന്നത് എൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ എന്നോട് വസിയ്യത്ത് ചെയ്തതാണെന്ന്
അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഔസാനി ഖലീലി ബിസബഇൻ, എൻ്റെ പ്രിയപ്പെട്ട നബി 7 കാര്യം എന്നോട് വസിയത്ത് ചെയ്തു. അതിലൊന്നാമത്തത് ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുമി മിൻഹും, ഒന്നാമത്തത് പാവപ്പെട്ടവരെ സ്നേഹിക്കണമെന്നതാണ്. സാധുക്കളോട് സ്നേഹം വേണം, മുതലാളിമാരെ സ്നേഹിക്കണമെന്നൊരു കിതാബിലുമില്ല. മോനെ ഇപ്പൊ കൊടുക്കണ്ട, ലാസ്റ്റ് പോവാ നോക്കുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ കൊടുത്ത ആൾക്കാർ അത് വായിക്കും, പിന്നെ എൻ്റെ പ്രസംഗം കേൾക്കൂല. ഔസാനി ഖലീലി ബിസബഇൻ, 7 കാര്യം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നബി എന്നോട് വസിയത്ത് ചെയ്തു. ഒന്നാമത്തത് സാധുക്കളെ സ്നേഹിക്കണമെന്നാണ്. മുതലാളിമാരെ സ്നേഹിക്കണമെന്ന് ഒരു ഹദീസിലുമില്ല. സ്നേഹിക്കുന്നതിന് തെറ്റുമില്ല. മുതലാളിമാരുടെ കൈവശത്തിലുള്ള സമ്പത്തുകൾ അവർ അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വകയിൽ സ്നേഹിക്കപ്പെടാൻ അർഹതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഫളലുണ്ട്, മഹത്വമുണ്ട്. അത് നമ്മൾ നിഷേധിക്കേണ്ടതില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മുതലാളിമാരെ സ്നേഹിക്കണമെന്ന് ഹബീബ് നബി തങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറയാതെ തന്നെ ആളുകൾ സ്നേഹിക്കാൻ കാരണമാണ്. സ്വത്തുണ്ടോ മനുഷ്യൻ സ്നേഹിക്കും, സ്വാഭാവികമാണ്. ഭംഗിയുണ്ടോ സ്നേഹിക്കും, സ്വാഭാവികമാണ്. നമുക്ക് കാര്യം കിട്ടുമോ സ്നേഹിക്കും, സ്വാഭാവികമാണ്. പാവപ്പെട്ടവനെ സ്നേഹിച്ചാൽ ഒന്നും കിട്ടൂലല്ലോ. അപ്പൊ അവനെ സ്നേഹിക്കാൻ പലപ്പോഴും മനുഷ്യർ തയ്യാറാകൂല. ഞാൻ അങ്ങോട്ട് വല്ലതും കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയാ വരിക. അതുകൊണ്ട് പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ പലരും മടിക്കാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഹബീബ് നബി തങ്ങളുടെ മോട്ടിവേഷൻ ലഭിക്കുന്നത്. ഔസാനി ഖലീലി ബിസബഇൻ ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുമി മിൻഹും, സാധുക്കളെ സ്നേഹിക്കണമെന്നത് എൻ്റെ ഖലീലായ നബി തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തതാണ്. മറ്റൊന്ന് വദ്ദുനുമി മിൻഹും, സാധുക്കളുമായി അടുക്കണം എന്നതും എന്നോട് ഖലീലിന്റെ വസിയത്താണ്. സുബ്ഹാനല്ലാഹ്, ചിലർക്ക് സാധുക്കളെ സ്നേഹിക്കാൻ കഴിയും, പക്ഷെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയൂല, അവരെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയൂല, അവരെ കൂടെ ഇരുന്നത് മറ്റൊരാൾ കാണുന്നത് ഒരാൾക്ക് താല്പര്യം വരൂല, അവര് രോഗിയായാൽ ചെന്ന് നോക്കുന്നതിനൊരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു താഴ്ന്ന സംസ്കാരം ഈ ഇസ്ലാമിലില്ല. ഏറ്റവും മുന്തിയ സംസ്കാരം പഠിപ്പിച്ച, ഏറ്റവും മുന്തിയ സ്വഭാവം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ വസിയത്താണ് സാധുക്കളെ സ്നേഹിക്കാൻ ചാൽ പോരാ, അവരുമായി അടുക്കുകയും വേണം. ഔസാനി ഖലീലി ബിസബഇൻ ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുമി മിൻഹും. അങ്ങനെയുള്ള വസിയത്തുകൾ 7 എണ്ണം. അതിലൊരു വസിയത്താണ് ഔസാനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. എന്നോടെന്റെ ഹബീബ് നബി തങ്ങളെ വസിയത്ത്, ഞാൻ താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് നോക്കരുത്. മേലെയുള്ളവർ എന്ന് പറഞ്ഞാലോ വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ, അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ളവർ, വലിയ ഭരണാധികാരങ്ങളുള്ളവർ, ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനമുള്ളവർ, അത്തരം ആളുകളിലേക്കല്ല നോക്കേണ്ടത്. ഞാൻ താഴെയുള്ളവരിലേക്ക് നോക്കണം. സുബ്ഹാനല്ലാഹ്, ഒന്ന് താഴെയുള്ളവരെ പരിഗണിച്ച് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നതൊരു നിലക്ക് പറയാം. മറ്റൊന്ന്, സുഹൃത്തുക്കളെ, എനിക്ക് അല്ലാഹു തആല ഒരു നിലയുള്ള ഒരു വാർപ്പിന്റെ വീട് തന്നിട്ടുണ്ടല്ലോ. അതേ സമയത്ത് അത്തരത്തിലുള്ളൊരു വീടുമില്ലാത്തവരുണ്ടല്ലോ. എനിക്കൊരു ഓട് വെച്ചൊരു ചെറിയ പഴയ കട്ടപ്പരയുണ്ടല്ലോ, അതും കൂടി ഇല്ലാത്തവരുണ്ടല്ലോ. ടെന്റിൽ താമസിക്കുന്നവരുണ്ടല്ലോ. ടെന്റിൽ താമസിക്കുന്നവൻ ചിന്തിക്കണം, ഒരു ടെന്റുമില്ലാതെ റോട്ടിന്റെ പാർശ്വഭാഗത്ത് കിടന്ന് ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു എനിക്ക് തന്നത് വലുതാണ്. തന്നതിനെ വലുതായി കാണണമെങ്കിൽ മേലെയുള്ളവരിലേക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്ക് നോക്കണം. അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. മറ്റൊരു വസിയത്താണ് അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. അല്ലാഹുവിന്റെ വിഷയത്തിൽ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ ഇടപെടുമ്പോൾ
ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെടാൻ പാടില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായും നിഷ്പക്ഷമായും ഏത് വിഷയങ്ങളും ഞാൻ ചെയ്യണം. അല്ലാഹുവിനെ ഭയപ്പെടണം. ആളുകൾ ആക്ഷേപം വിലവെക്കണ്ട. വേറെ ഒരു വസിയ്യത്താണ്, അതേ അന്നുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലണം. അത് ഹബീബ് നബി തങ്ങളുടെ വസിയ്യത്താണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ. ദവാഉം മിൻ 99 ദാഅ, 99 രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഐസറുഹൽ ഹമ്മു. ആ 99 രോഗങ്ങളിൽ ഏറ്റവും സിമ്പിളായ രോഗം ടെൻഷനാണ്. ആ ടെൻഷൻ നീങ്ങാനും വേറെ 98 രോഗങ്ങൾ നീങ്ങാനും മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്തരം ആ ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കണം. അതൊരു വസിയ്യത്താണ്. അങ്ങനെയുള്ള വസിയ്യത്തുകളുടെ കൂട്ടത്തിൽ ഒരു വസിയ്യത്താണ് കൈപ്പുറ്റതാണെങ്കിലും സത്യം മാത്രം പറയണം. വീട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഇറങ്ങുമ്പോ 40 സ്വർണ്ണ നാണയം കയ്യിൽ കൊടുത്ത ഉമ്മ ആരും കാണാതെ കക്ഷത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു, മോനെ, ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കളവ് പറയരുതേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു സംസ്കാരമാണത്. അതിന് ചില ഉമ്മമാർ കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ചെറിയ കുട്ടികൾക്ക് കളവ് പഠിപ്പിക്കൽ തന്നെ ചിലപ്പോ എല്ലാ നല്ല കാര്യവും പഠിപ്പിക്കൽ ഉമ്മാരാണ്. ചില പെണ്ണുങ്ങള് കളവും പഠിപ്പിച്ച് കളിയും. കുട്ടികളോട് പറയാം, ഉപ്പാനോട് കളവ് പറയാൻ പറഞ്ഞു കൊടുക്കുക, ഉസ്താദിനോട് കളവ് പറയാൻ പറഞ്ഞു കൊടുക്കുക, മാഷോട് കളവ് പറയാൻ പറഞ്ഞു കൊടുക്കുക. സംഗതി സൽക്കാരത്തിന് പോയതാ, ഇന്നലെ പഞ്ചിട്ടാ വരാത്തതെന്ന് പറയാം. ആദരവർക്കും പഞ്ചിട്ടാന്ന് പറയാ, അല്ലെ ബാറ്റിൽ തന്നെയായിട്ടാന്ന് പറയാ. ഉമ്മാരി എന്നെ കളവ് പറഞ്ഞ് പഠിപ്പിക്കുക കുട്ടികളെ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു കളവും കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ല. കുട്ടികളെ ബർക്കത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. സത്യം മാത്രം പറയണം മോനെ. മൊഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിന്റെ ഉമ്മാന്റെ വസിയത്താണ്. ഏതായിരുന്നാലും യാത്ര ചെയ്തു കച്ചവട സംഘത്തിന്റെ കൂടെ. വഴിക്ക് കൊള്ളക്കാര് എല്ലാ കച്ചവട സാധനങ്ങളും പിടിച്ചെടുത്തു. ഓരോരുത്തരെയും വിളിച്ച് എന്താ കയ്യിലുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ്. കൂട്ടത്തിൽ ചെറിയ കുട്ടീനെ കണ്ടപ്പോ ഒരു കൊള്ളക്കാരൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തോ ഉണ്ടോ മോനെ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ഉള്ളതെന്ന് ചോദിച്ചു. 40 സ്വർണ്ണാണേണ്ട്. കളവ് പറഞ്ഞൂടല്ലോ, നേരല്ലേ പറയാൻ പറ്റൂ. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് തോന്നി ഈ ചെറിയ കുട്ടീൻ്റെ അടുത്ത് അതൊന്നും ഉണ്ടാവില്ല, അത് എന്നെ സ്വീപ്പാക്കാണ്. അയാള് നോക്കാതെ മടങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു കൊള്ളക്കാരൻ വന്നു. ആ കൊള്ളക്കാരൻ ചോദിച്ചു ഇതേ ചോദ്യം. അവനോട് പറഞ്ഞു ഇതേ മറുപടി. അയാളും വിചാരിച്ച് വെറുതെ പറയാണ്. അയാളും അങ്ങനെ തന്നെ തിരിച്ചുപോയി. ബക്കറ്റ് സദസ്സിന്ന് പിരിവെടുക്കാനുള്ളതാ, പെണ്ണുങ്ങളെടുത്ത് കൊടുത്തേക്കണം. സ്ത്രീകളൊക്കെ നല്ല സംഭാവന കൊടുത്തേക്കണം. സുബ്ഹാനല്ലാഹ്, നല്ല സംഭാവന പരമാവധി കൊടുത്തേക്കണം. ഇവിടെ നടക്കുന്ന സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. അതിനെല്ലാവരും സഹകരിക്കണം. വെറും ആമീൻ പറഞ്ഞാൽ പോരാ, ആമീനും പറയണം. നല്ല സംഭാവന കൊടുക്കണം. ഓ സുഹൃത്തുക്കളെ, വസ്തുവകകളെല്ലാം കൊണ്ടുവന്ന് കൊള്ളത്തലവന്റെ മുമ്പിൽ വെച്ച് ഓഹരി ചെയ്യാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് എന്തോ ഉണ്ടോ? 40 സ്വർണ്ണമാണ് ഉണ്ട്, എന്നെ സ്വീപ്പാക്കാൻ വെച്ചിട്ട് ഞാൻ നോക്കാൻ പോയില്ല. അപ്പൊ വേറൊരാൾ പറഞ്ഞു, അതെന്നെ എന്നോട് പറഞ്ഞല്ലോ. കൊള്ളത്തലവൻ പറഞ്ഞു, ഏതായാലും പിടിച്ചു കൊണ്ടുപോവാ, നോക്കട്ടെ ഉണ്ടോ ഇല്ലയോ നോക്കാം. നമുക്കെന്താ പോ, കിട്ടിയാൽ 1000 തേങ്ങ, പോയാൽ 1000 തൊണ്ട്. വേറൊന്നും വരാനില്ലല്ലോ. അപ്പോ പിടിച്ചു കൊണ്ടുവന്നു. മൊഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിനെ ഹാജരാക്കി. എന്താ ഉള്ളത്? 40 സ്വർണ്ണമാണ്. ഇടവുണ്ട്, കക്ഷത്തുണ്ട് എന്ന് പറഞ്ഞു. എടുക്കുന്നതിന് എടുത്ത് കൈ കൊടുത്ത് നോക്കും, കൃത്യമാണ് 40 സ്വർണ്ണമാണ്. അത് കണ്ടപ്പോൾ കൊള്ളത്തലവൻ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരു മോനാണ്, ഇതെന്തൊരു സത്യസന്ധതയാണ്. എന്താണ് മോനെ ഇങ്ങനെ സത്യം പറയാൻ കാരണം? ഉമ്മാന്റെ വസിയ്യത്താണ്, കളവ് പറയാൻ പാടില്ല.
പറയരുതെന്നുമ്മ ചൊന്നാരെ കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇപ്പൊ ചില വ്യാജ ത്വരീഖത്തിന്റെ ശൈഖന്മാരുണ്ട്. നാവെടുത്തോ കളവേ പറയൂ, അതാ വാക്ക് പറഞ്ഞോ ലംഘിക്കലേ ഉള്ളൂ. എല്ലാം ചെയ്തിട്ട് ഞാൻ ഖാദിരിയാണ് എന്ന് പറയും. മുഹീദ്ദീൻ ശൈഖുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. അന്യപെണ്ണിന്റെ കൈപിടിക്കുന്ന ചില ശൈഖന്മാരുണ്ട്. മുഹീദ്ദീൻ ശൈഖുമായി ബന്ധമില്ല കേട്ടോ. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് കൈ കൊടുക്കുന്ന ചില ശൈഖന്മാരുണ്ട്. മുഹീദ്ദീൻ ശൈഖുമായി ബന്ധമില്ല കേട്ടോ. അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ ബഹുമാനപ്പെട്ടവർ അതിനെതിരായി എത്ര ശക്തമായിട്ടാണ് സംസാരിച്ചത്. ഓ മനുഷ്യ, നീ നേരത്തെ തന്നെ തീയാണ്, ആ തീക്ക് നീ വിറക് വെച്ചു കൊടുക്കുകയാണ്. നിന്റെ മനസ്സ് ഹറാമിലേക്ക് നിന്നെ നയിക്കുന്ന തടീച്ചയല്ലേ. പിന്നെ നീ അന്യപെണ്ണിനെ നോക്കാൻ പോയാൽ, അന്യപെണ്ണിന്റെ കൈപിടിക്കാൻ പോയാൽ, സ്പർശിക്കാൻ പോയാൽ, അതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് മുസാഫഹത്ത് ചെയ്ത് കൂടെ നടക്കാൻ പോയാൽ വിറകിന്റെ മേലെ വിറക് വെച്ച് നീ നിന്റെ അതാ ദീന് കത്തിക്കുകയാണ് കേട്ടോ. ഫത്ഹുർ റബ്ബാനിയിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉപദേശമാണ്. സുഹൃത്തുക്കളെ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് കൊള്ളത്തലവൻ ചിന്തിക്കുന്നു, ഞാനിങ്ങനെ കൊള്ള ചെയ്ത് ജീവിക്കുന്നു, ഈ ചെറിയ കുട്ടി ഇത്രയും സത്യസന്ധനായി ജീവിക്കുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ആ നിമിഷത്തിൽ തന്നെ കൊള്ളത്തലവൻ തൗബ ചെയ്യുന്നു, പിടിച്ചെടുത്തത് മുഴുവനും തിരിച്ചു കൊടുക്കുന്നു. കൊള്ളത്തലവൻ തൗബ ചെയ്തപ്പോൾ സംഘത്തിലുള്ള മുഴുവൻ കൊള്ളക്കാരും തൗബ ചെയ്ത് നന്നാകുന്നു. സുബ്ഹാനല്ലാഹ്. പഠിച്ചതനുസരിച്ച് പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു മുതഅല്ലിമ്, ആ മുതഅല്ലിമിന്റെ ഇൽമിന്റെ ഫലം കണ്ടോ. പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷേ ആ മുതഅല്ലിമ് മുഖേന കൊള്ളക്കാര് നന്നായി പോയി. ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവൻ അല്ലാഹു ആണ്. അത് കൊടുക്കാൻ നിമിത്തമാണ് പണ്ഡിതന്മാർ, അത് കൊടുക്കാൻ നിമിത്തമാണ് സാലിഹീങ്ങൾ. പക്ഷേ വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകൂലല്ലോ, മുതനജ്ജിസായ വെള്ളം കൊണ്ട് കഴുകിയാ വൃത്തിയാകൂലല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നെ പോലുള്ളവർ എത്ര വഅദ് പറഞ്ഞാലും ചിലപ്പോ ഫലം കാണൂല, കാരണം സ്വന്തത്തിൽ നന്നായില്ല. പടച്ച റബ്ബേ, ഏത് തെറ്റൂറ്റങ്ങൾ വന്നുപോയോ. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെ സ്നേഹിക്കുന്ന പാവപ്പെട്ടവരാണ് ഞങ്ങൾ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മാപ്പാക്കണേ അല്ലാ. അതുപോലെ മഹാന്മാരെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ, അവരുടെ ബറക്കത്ത് കൊണ്ട് മാപ്പാക്കണേ അല്ലാ. ഓ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ കളവ് പറയരുത്. സത്യം പറഞ്ഞു ജീവിച്ചാൽ ഒരുപാട് നേട്ടം റബ്ബ് തരും. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. അതേ, ആ റബ്ബല്ലാതെ കൊടുക്കുന്നവനില്ല. ഒരു പക്ഷേ നിനക്ക് 1,00,000 രൂപ കള്ളം പറഞ്ഞപ്പോ കിട്ടി. പക്ഷേ ഞാൻ പറയട്ടെ, നിന്റെ കിഡ്നിക്കൊരു രോഗം വന്നു, 10 ലക്ഷം ചെലവായി പോയി. നീ കളവ് പറഞ്ഞ് സമ്പാദിച്ചതിന് വല്ല ബറക്കത്തുമുണ്ടായോ? അല്ലെങ്കിൽ അതാ നിനക്കൊന്നും സംഭവിച്ചില്ല, നിന്റെ ഭാര്യക്കതാ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു, അല്ലെ വേറെ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അടിമയായി പോയി, നിന്റെ സന്തോഷം മുഴുവനും നഷ്ടപ്പെട്ടു പോയി.
അതുപോലെ അല്ലാഹുവിന്റെ ശിക്ഷ എങ്ങനെയാ വരുന്നത് എന്ന് അറിയൂലല്ലോ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ ഭൂമിയിൽ തന്നെ നമ്മൾ രുചി നോപ്പിക്കും നബിയേ. ദുന്യാവിൽ തന്നെ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കും. അതെന്തിനാണ്? ആ ശിക്ഷ വരുമ്പോൾ ഞാനെന്ത് തെറ്റ് ചെയ്തു പോയി എന്ന് ചിന്തിച്ചിട്ട് തൗബ ചെയ്ത് നന്നാകാനാണ്. അതും റബ്ബിന്റെ ഒരു കാരുണ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകട്ടെ. നാവ് കൊണ്ട് കള്ളം പറയാൻ പാടില്ല, ആരെയും ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ. അതേ, ആരും ആരെയും പരിഹസിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, ഏത് മുജാഹിദുണ്ടോ, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടോ, തബ്ലീഗുകാരനുണ്ടോ, പുത്തൻവാദിയുണ്ടോ, അവന്റെ സ്വഭാവം എന്താണ്? അവന് പരിഹാസമാണ്. ഏത് ആലിമിനെയും ഒരു പരിഹസിക്കും, ഏത് ഔലിയാക്കളെയും പരിഹസിക്കും, ഏത് മുഅ്മിനീങ്ങളെയും പരിഹസിക്കും. അതവർക്കൊരു ഹോബിയാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ അല്ലാഹ് വിരോധിച്ചതാണ്. ആരും ആരെയും കളിയാക്കരുത്, പരിഹസിക്കരുത്, ഇൻസൾട്ടാക്കരുത്. അസായകൂനു ഖൈറൻ മിൻഹും. പരിഹസിക്കുന്നവരെക്കാൾ എത്രയോ നല്ലവൻ പരിഹസിക്കപ്പെടുന്നവനാകാം. ഇതുപോലെ സ്ത്രീകളെ നിങ്ങളും പരിഹസിക്കരുത്. ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പരിഹസിക്കപ്പെടുന്ന സ്ത്രീ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവരാകാം. ഒരു വിഷയത്തിലും പരിഹസിക്കരുത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തന്ന നാവ് പരിഹസിക്കാനല്ല, ചീത്ത വിളിക്കാനല്ല, തെറി പറയാനല്ല, അനാവശ്യം സംസാരിക്കാനല്ല, കൂക്ക് വിളിക്കാനല്ല. അതേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വല്ലശീ യുരീദൂന വജ്ഹ ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ദിക്റ് ചൊല്ലാൻ വിളിച്ചാൽ പുത്തൻവാദീനെ കിട്ടൂല, ദിക്റിന്റെ മജ്ലിസിലും അവൻ വരൂല, പരിഹസിക്കുന്ന എല്ലാ സദസ്സിലും അവനുണ്ടാകും. പക്ഷേ ഖുർആനിൽ അല്ലാഹു ദിക്റ് ചൊല്ലുന്നവരുടെ കൂടെ ഇരിക്കാൻ, ദുആ നടത്തുന്നവരുടെ കൂടെ ഇരിക്കാൻ അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ വിരോധികളെ വഴിപ്പെടരുത് എന്ന്, പുത്തൻവാദികളിൽ നിന്ന് അകന്നു നിൽക്കാൻ അല്ലാഹു തആല നിർദ്ദേശം നൽകുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഖുർആൻ ഓതാനാണ് റബ്ബ് നാവ് തന്നത്, ദിക്റ് ചൊല്ലാനാണ് നാവ് തന്നത്, സ്വലാത്ത് ചൊല്ലാനാണ് നാവ് തന്നത്, ഇൽമ് പറയാനാണ് നാവ് തന്നത്, നല്ല കാര്യത്തിന് വേണ്ടിയാണ് നാവ് തന്നത്. ഹബീബ് നബി തങ്ങളുടെ മദ്ഹ് പാടാനാണ്, മൗലിദ് ഓതാനാണ്, ബുർദ ചൊല്ലാനാണ്, ഹബീബ് നബി തങ്ങളുടെ മദ്ഹ് പറയാനാണ്, ഔലിയാക്കളെ മഹത്വം പറയാനാണ്. അല്ലാഹു നാവ് തന്നത് നല്ല കാര്യത്തിനാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഉപജീവനാർത്ഥം നമുക്ക് സംസാരിക്കേണ്ടി വരും. ഒരു ജോലി ചെയ്യുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട സംസാരം വേണ്ടി വരും. ബിസിനസ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസാരം ആവശ്യമായി വരും. ഒരു വിവാഹാലോചന നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസാരം ആവശ്യമായി വരും. ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നാവ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. നബി തങ്ങൾ പറയുന്നത്, ഈമാനുണ്ടോ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടോ, നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക. എന്നാൽ നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരത്തിൽ വളരെ കടുപ്പമുള്ള സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? മനുഷ്യനെ ആകെ നശിപ്പിച്ചു കളയുന്ന 7 പ്രധാനപ്പെട്ട ഗുരുതരമായ തെറ്റുകൾ. ആ തെറ്റുകളിൽ ഒന്നാണല്ലോ അശ്ശിർക്കു ബില്ലാഹ്. എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്,
ആ റബ്ബേകനാണ്. ഒരു പോയിന്റിലും അവനൊരു തുല്യനില്ല. ഒരു പോയിന്റിലും ആരും അള്ളാഹുവിനോട് പങ്കുചേരുന്നില്ല. അള്ളാഹുവിന് ഒരു പോയിന്റിലും തുല്യനായി ഒന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് ലൈസ കമിഥ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അങ്ങനെ ഏകനായ അല്ലാഹ് അവന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവനോട് പങ്കുള്ളവനുണ്ടെന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. അള്ളാഹുവിൻ്റെ ദാത്ത് പോലൊരു ദാത്തുണ്ടെന്നോ, അള്ളാഹുവിൻ്റെ ഗുണങ്ങളെപ്പോലൊരു ഗുണം വേറെ ആർക്കെങ്കിലും ഉണ്ടെന്നോ, അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്നവനാണല്ലോ, അവൻ്റെ ആ സൃഷ്ടിപ്പ് എന്ന് പറയുന്ന കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്നോ, അങ്ങനെ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന് വല്ല വ്യക്തിയെയോ വസ്തുവിനെയോ പങ്കു ചേർത്താൽ, നിങ്ങൾ കാണുന്നില്ലേ ക്രിസ്തീയ സഹോദരന്മാർ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തു. കാരണം അതാ യേശു ക്രിസ്തു അള്ളാന്റെ മോനാണ് എന്ന് വാദിക്കുമ്പോൾ സ്വാഭാവികമായും പടച്ചവന്റെ ഒരംശം ഈ യേശു ക്രിസ്തുവിലുണ്ടെന്നല്ലേ പറയുന്നത്. അള്ളാഹുവിന്റെ ദാത്തിൽ അവർ പങ്കു ചേർത്തു. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ വിഗ്രഹങ്ങൾ, അവരുടെ ആരാധ്യ വസ്തുക്കൾ, അത് അള്ളാഹുവിന്റെ പുറമെ അള്ളാഹുവിന് മാത്രമുള്ള സവിശേഷതയാണ്. അവനല്ലാതെ ആരാധനക്കർഹനില്ല. എന്നാൽ ആരാധനക്കർഹതയുള്ളത് ഈ വിഗ്രഹങ്ങൾക്ക് ആരാധനക്കർഹതയെന്ന അള്ളാഹുവിന്റെ ഗുണം ഇതിനുമുണ്ടെന്നവർ വിശ്വസിച്ചു. ആ വിശ്വാസപ്രകാരം വിഗ്രഹങ്ങളെ വിളിച്ച് ആ സഹായം കിട്ടുമെന്നവർ വിശ്വസിച്ചു. അങ്ങനെ അവർ സഹായം തേടി എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ മുസ്ലിമീങ്ങളാരും ഒരു നബിയോടും ഒരു വലിയനോടും ഒരു മലക്കിനോടും ഒരു ഖുതുബിനോടും ഒരാളോടും അവരതാ ആരാധ്യന്മാരാണെന്നോ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം അവർക്കുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരാളോടും ഒന്നും തേടാറില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ അവിടുത്തെ പേര് പറയുന്നത് അബ്ദുൽ ഖാദിറിൽ ജീലാനി. കഴിവുള്ള പടച്ചവന്റെ അടിമയാണ്, ഉടമയല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അതിനേക്കാൾ വലിയ ആരും ഇല്ലല്ലോ. ആ റസൂലുള്ളാഹിനെ പറ്റിയും ലമ്മാ ഖാമ അബ്ദുല്ലാഹി, ഖുർആൻ സൂറത്തുൽ ജിന്നിൽ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞു അബ്ദുല്ലാ, അല്ലാഹുവിന്റെ അടിമ. ലോകത്ത് എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ അടിമ. അടിമക്ക് ഒരിക്കലും ഉടമയോട് കൂറുണ്ടാവില്ല. അല്ലാഹുവിനോട് ഒരു വിഷയത്തിലും ഒരു സൃഷ്ടിക്കും കൂറില്ല. അങ്ങനെ കൂറുണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് ബഹുദൈവ വിശ്വാസം. അതിന് അറബിയിൽ പറയുന്ന പേരാണ് അശ്ശിർക്കു ബില്ലാഹ്. അങ്ങനെ ബഹുദൈവ വിശ്വാസം സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. മറ്റൊരു തെറ്റെന്താണ്? നിരപരാധിയെ കൊന്നുകളയലാണ്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. വേറെ ഒരു തെറ്റാണ് അസ്സിഹ്റു. അതാ മറ്റൊരാൾക്ക് നാശവും ദോഷവും സംഭവിക്കാൻ വേണ്ടി ശൈത്താനെ കൂട്ടുപിടിച്ചിട്ടുള്ള ചില പരിപാടികളുണ്ട്. സുബ്ഹാനല്ലാഹ്, ശൈത്താനെ സ്വാധീനിക്കുക, നക്ഷത്രങ്ങളെ സ്വാധീനിക്കുക, അതിന് ചില വരയും കുറിയുമൊക്കെ നടത്തിയിട്ട് ശൈത്താനെ സ്വാധീനിച്ച് ചില രോഗങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. യുഫർരിഖൂന ബൈനൽ മർഇ വസൗജിഹി, ഭർത്താവിനെയും ഭാര്യയെയും തെറ്റിക്കുക, അയൽവാസികളെ തെറ്റിക്കുക, അമ്മായിനെയും പുതിയാപ്പിളിനെയും തെറ്റിക്കുക, കച്ചവടക്കാരെ തമ്മിൽ തെറ്റിക്കുക. ഇങ്ങനെ ശൈത്താനെ കൂട്ടുപിടിച്ചിട്ടുള്ള ചില പരിപാടിയുണ്ട്. അങ്ങനെ ശൈത്താനെ കൂട്ടുപിടിച്ച് നടത്തുന്ന അത്തരം പരിപാടി, അതിനാണ് സിഹ്ർ എന്ന് പറയുന്നത്. അത് വലിയ ഗുരുതരമായ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. ഒരിക്കലും ഒരു മുസ്ലിം സിഹ്ർ ചെയ്തു പോകരുതേ, സിഹ്ർ ചെയ്യിക്കരുതേ. ആഖിറത്തിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല. ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ചിട്ട് പിന്നെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അവിടെ
അവിടെ ഒരു കാര്യം പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വാതിന് പോകുമ്പോൾ ഒരു മുസ്ലിയാരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പല ആളുകളും തമ്മിൽ തെറ്റാ. എന്താ കാരണം? സിഹർ ചെയ്തു എന്നാ പറയുന്നത്. സിഹർ ചെയ്തു എന്നാ പറയുന്നത്. അവിടെ തമ്മിൽ തെറ്റാണ്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റു. മറ്റേ കുടുംബക്കാരൻ സിഹർ ചെയ്തു എന്നാ അയാൾ പറയും. ഞാൻ ചോദിച്ചു, അങ്ങനെ സിഹർ ചെയ്യുന്ന അയാൾ കണ്ടിനോ? അയാളങ്ങനെ സിഹർ ചെയ്യുന്നത് കണ്ടിനോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ സിഹർ ചെയ്തു എന്ന് പറഞ്ഞത്? 2 ആഴ്ച മുമ്പ് എന്നൊരാൾ വിളിച്ച്, സാറേ സിഹർ കൊണ്ടൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സിഹർ നിങ്ങൾ കണ്ടിനോ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇതിനാ സിഹർ ഇട്ടെന്ന് വിശ്വസിക്കുന്നത്? നിങ്ങൾ കാണാത്ത നിങ്ങൾ ഇതിനാ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ പിന്നെ നിങ്ങൾ പ്രശ്നം പരിഹരിക്കൂല. കാരണം എന്താ? എനിക്കെന്തോ ഒരു സിഹർ ഉണ്ട് എന്ന് വിചാരിച്ചാൽ പിന്നെ തലവേദന മാറുമോ, ഊരവേദന മാറുമോ, മേലും കൈ വേദന മാറുമോ, പ്രശ്നം തീരുമോ? മനുഷ്യൻ നല്ല മനക്കരുത്തോടെ നിൽക്കണ്ടേ? മനസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറാ. ഡ്രൈവർ പതറിയാ പിന്നെ വണ്ടി നേരെ പോവില്ല. മനസ്സിൽ 4 മനക്കരുത്തുകളും എന്നാലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ സിഹർ ഉണ്ടെന്ന് വിചാരിച്ച് നടന്നാൽ പിന്നെ അവന് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ സിഹർ തന്നെ സംഗതിയില്ലേ? സംഗതി ഉണ്ട്, അതുകൊണ്ടല്ലേ ഹറാമായത്. അല്ലെ പിന്നെ അത് ഹറാമാവും. പാച ഹറാമായത്. അങ്ങനെ സംഗതി ഉണ്ട്. പക്ഷേ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ, അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഒരു സിഹറുകാരനും ഒരു ചൂക്കും ചെയ്യാൻ കഴിയൂല. ഖുർആനാ. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ഇവിടെ നടക്കൂല. പിന്നെ ഇതിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, ഖുർആൻ ധാരാളം ഓതണം, അൽബഖറ ഓതണം, ലാ ഹൗല ചൊല്ലണം, അതുപോലുള്ള ദിക്റുകൾ ചൊല്ലണം, ഹദാദി ചൊല്ലണം, വിർദുൽ ലതീഫ് ചൊല്ലണം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നാ പിന്നെ ശൈത്താനിന് സ്വാധീനിക്കാൻ കഴിയൂല. ശൈത്താന് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല. അതിന് നമ്മൾ നന്നാകണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നിർബന്ധമാക്കിയതൊക്കെ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുത്, മുത്തഅല്ലിമീങ്ങളെ ആദരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നല്ല കാര്യവും ചെയ്യണം. അങ്ങനെ നീ ശരിക്ക് തഖ്വയോടുകൂടെ ജീവിക്കുമ്പോ ഒരു സാഹിറിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്താൻ കഴിഞ്ഞാൽ തന്നെ അതാ അത് ബാത്തിലാകാനുള്ള വകുപ്പ് അല്ലാഹു ഉണ്ടാക്കി തരും. ഹബീബ് നബി തങ്ങൾക്ക് സിഹർ ചെയ്തു, കടുകെടുത്ത സിഹറാണ്. പക്ഷേ നബി തങ്ങൾക്ക് ഒന്നും പറ്റിയില്ല. അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ പ്രവർത്തനത്തിലോ ദീനീ പ്രവർത്തനത്തിനോ ഒരു വിഘാതവും ഉണ്ടായില്ല. ചെറിയ ഒരസുഖം, അതെന്തേ ഭാര്യമാരെ സമീപിക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാൽ, ഭാര്യയുടെ സമീപത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ക്ഷീണിച്ചു പോകുന്നു, തളർച്ച ബാധിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ രോഗം മാത്രം സംഭവിച്ചു. അത് ബാത്തിലാക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കിൽ വന്നിട്ട് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തും പഠിപ്പിച്ചു കൊടുത്തു. സിഹിർ ചെയ്തത് ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുത്തു. അവിടെ പോയി ആ സിഹിർ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തു. ചീർപ്പിന്റെയും അതുപോലെ രോമത്തിന്റെയും ഉള്ളിൽ ചെയ്ത സിഹറായിരുന്നു. ആ കെട്ടുകളുള്ള സാധനം എടുത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ആയത്തും ഓതുമ്പോൾ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞു പോയി. സിഹിറില്ലെന്ന് പറയണ്ട, പക്ഷേ അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. നല്ല മനക്കരുത്ത് വേണം നമുക്ക്. രണ്ടാമതായി പറയട്ടെ, ഞാൻ ചോദിച്ചു സിഹിറുണ്ട് എന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ചെറുത്താൻ ഇളയിട്ട് ചെറുത്താൻ പറഞ്ഞതാന്ന്. എങ്ങനെ അങ്ങനെ ഉണ്ട് ചില പരിപാടി, ചില പെണ്ണുങ്ങളെ കൂട്ടിയിട്ടുണ്ട്. ചില കുത്തുബിയത്തുകാർ പുതുതായിട്ട് തുടങ്ങിയതാ. പഴയ കാലത്ത് അങ്ങനെ പെണ്ണുങ്ങളെ കൂട്ടി കുത്തുബിയത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ കുത്തുബിയത്ത് എല്ലിട്ട് ചെറുത്താൻ ഇളക. ചെറുത്താൻ ഇളകുമ്പോ ചെറുത്താൻ എന്തെല്ലോ വിളിച്ചു പറഞ്ഞ് അതെല്ലാം ഈ മൊയ്യാരും വിശ്വസിച്ച് കൂടുള്ളവരും വിശ്വസിച്ച്. സുബ്ഹാനല്ലാഹ്, ശൈത്താൻ നബിയാ? ശൈത്താൻ മലക്കാ? ശൈത്താൻ ആലിമാ? ഈ ശൈത്താൻ പറയുന്നത് നേരാക്കാൻ പാടുള്ളൂ. കുടുംബത്തിനെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ ശൈത്താൻ പറയുള്ളൂ.
ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ശൈത്താൻ എപ്പോഴും ആളുകളെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ പറയാ. അപ്പൊ പറയും എന്റെ അമ്മായി സിഹർ ചെയ്തതാ, അല്ല എന്റെ ഉപ്പാന്റെ അനിയൻ സിഹർ ചെയ്താ, അല്ല എന്റെ നേരെ അപ്പുറത്തെ പുരക്കാരൻ സിഹർ ചെയ്തതാണ്, ഇപ്പുറത്തെ കടക്കാരൻ സിഹർ ചെയ്ത. ഈ ശൈത്താനാ ഇത് പറയുന്നത്. ഈ ശൈത്താൻ പറയുന്നത് ഇവൻ ആമന്നാ വസല്ലംനാ, അതിങ്ങനെ വിശ്വസിച്ചിട്ട് ആ അയൽവാസിനെ തെറ്റിദ്ധരിച്ച് കുടുംബക്കാരനുമായിട്ട് തെറ്റി അവന്റെ കല്യാണത്തിന് പോകുന്നില്ല, ഇവന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നില്ല. എന്തൊരു മുസീബത്ത് എന്നാ പറയേണ്ടത്, വിവരക്കേട്. ഓ മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമ്മൾ അങ്ങനെ കുടുംബബന്ധം മുറിക്കാൻ പാടില്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്ം. ഖുർആനാണ്, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ മുസ്ലിയാരെ സിഹിർ ഉണ്ടെങ്കിലോ, അതേ സിഹിർ ഉണ്ടാകാമെന്ന് വേണമെങ്കിൽ ലക്ഷണങ്ങളെ കൊണ്ട് പറയാം. ഒരു പക്ഷേ സിഹിർ ഉണ്ടാകാം എന്ന് പറയാം. സിഹിറുണ്ടെന്നുറപ്പിച്ച് പറയണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാതെ ഒരു മുസ്ലിയാർക്കും പറയാൻ പറ്റൂല. സിഹിറുണ്ടാകാം, ലക്ഷണങ്ങളെ കൊണ്ട് സിഹിറുണ്ടാകാമെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സാധ്യത പറയാം. അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായാലോ അതിനുള്ള ചികിത്സ പറഞ്ഞു കൊടുക്കാം, ആ ചികിത്സ ചെയ്യാം. സിഹിറുണ്ടെന്നുറപ്പിച്ച് പറയണമെങ്കിൽ കാണാതെ പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, സിഹിറെടുക്കുന്നൊരു മുസ്ലിയാര്, സിഹിറെടുക്കുന്നൊരു മുസ്ലിയാര് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ സിഹിറെടുക്കുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കൊണ്ടുവന്നു, അയാൾ സിഹിറെടുക്കാൻ പോയി, സിഹിറെടുത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്നെ ആ നാട്ടുകാരനായ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സിഹിറെടുക്കാൻ നടക്കുന്ന ഒരാളുണ്ടല്ലോ, ബിരുദധാരിയാണ്, അയാൾ എൻ്റെ നാട്ടിൽ വന്ന് ഇന്ന വീട്ടിൽ നിന്ന് സിഹിറെടുത്തു. എന്നിട്ടോ ഉസ്താദേ കഥ പറയണോ, അവിടെ CCTV ഉള്ള വിവരം മാമൂലിയാര് മനസ്സിലാക്കിയിട്ടില്ല. അയാൾ കൊണ്ടുപോയിട്ട് അത് ഇടുന്നത് CCTV പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില തട്ടിപ്പുകാരുണ്ട്, ആ തട്ടിപ്പിലും പെട്ടുപോകണ്ട. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സിഹിർ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സിഹിർ ഉണ്ടെങ്കിൽ എടുത്തു നീക്കിക്കൂടാന്നല്ല ഞാൻ പറഞ്ഞത്. ഹബീബ് നബി തങ്ങൾക്ക് സിഹിർ ചെയ്തപ്പോൾ എടുത്തു നീക്കിയത് ബുഖാരിയിലുള്ളതാണല്ലോ. ഓ സുഹൃത്തുക്കൾ, അത് മലക്കുകൾ കാണിച്ചു കൊടുത്തതാണ്. ഇരിക്കട്ടെ, സിഹിർ ഉണ്ടെങ്കിൽ നീക്കിക്കളയാം. സിഹിറുണ്ടെങ്കിൽ നീക്കാൻ വേണ്ടിയുള്ള ആയത്തുകളും അതുപോലെ ദിക്റുകളും ഒക്കെ പറഞ്ഞു കൊടുക്കാം. അല്ലാഹുവിന്റെ അസ്മാകൾ പേരുകൊണ്ടുള്ള ചികിത്സ ചെയ്തു കൊടുക്കാം. അതിനൊന്നും യാതൊരു വിരോധവുമില്ല. സൂറത്തുൽ ബഖറ നിങ്ങൾ ഓദിക്കോ, നിങ്ങളെ വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ ഓദിക്കോ. ഒരു ബാത്തിലുകാരനും സൂറത്തുൽ ബഖറയെ നേരിടാൻ കഴിയൂല. അത്ര വലിയ കെൽപ്പുള്ള ശക്തിയുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. ഖുർആൻ കൊണ്ട് നമുക്ക് എന്തും നേരിടാം, ദിക്ർ കൊണ്ട് എന്തും നേരിടാം, അതുപോലെ അല്ലാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് എന്തും നേരിടാം. അതല്ലേ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേരിന്റെ മുമ്പിൽ ഈ ഒരു വസ്തുവിനും പിടിച്ചു നിൽക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ പേരുകളോടുകൂടെ ഒന്നും ശല്യം ചെയ്യൂല. അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദ്, ആ ഉസ്താദിന്റെ ഉസ്താദ് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ആ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ ഉസ്താദ് കുഞ്ഞ് അഹ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദഹു, അവരുടെ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, അവരാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്. ആ ബദർ മൗലിദിന്റെ അവസാനം കണ്ടില്ലേ, തവസ്സൽന, എല്ലാവരും എഴുന്നേറ്റ് തവസ്സുൽ ബൈത്ത്, തവസ്സൽന ബിസ്മില്ലാഹി വബിൽ ഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അല്ലാഹുവിന്റെ പേര് കൊണ്ട് നമ്മൾ ഇതാ തവസ്സുലാക്കുന്നു. തവസ്സൽന ബിസ്മില്ലാഹ്. അല്ലാഹുവിന്റെ പേരിനോട് ഒന്നിനും നേരിടാൻ കഴിയൂല. ഇരുന്നോളൂ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അപ്പൊ സിഹിർ എന്ന് പറയുന്നത് അത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട ഗുരുതരമായ
അതേ പൊറുക്കപ്പെടാത്ത എന്ന് തന്നെ പറയാം. ഒരു നിലക്ക് വല്ലാത്ത ഗുരുതരമായ തെറ്റാണത്. മനുഷ്യന്റെ സർവ്വ നന്മയും നശിപ്പിക്കുന്ന തെറ്റാണത്. അങ്ങനെ പറഞ്ഞ ഒരു തെറ്റിന്റെ കൂട്ടത്തിലൊന്നാണ് അതാ ബദർ പോലുള്ള യുദ്ധം നടക്കുന്ന കാലത്ത് ആ യുദ്ധത്തിൽ വെച്ച് പിന്തിരിഞ്ഞോടുക, യുദ്ധം തിങ്ങിവെട്ടുന്ന സമയത്ത്. അതും അതുപോലെ തന്നെ വലിയ തെറ്റാണ്. പക്ഷേ അവിടെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശത്രുപക്ഷം ഇരട്ടിയിലധികവും ഈ പക്ഷം ഇരട്ടിയിൽ കുറവുമാണെങ്കിൽ അവർക്ക് അതാ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നതിന് വിരോധമില്ല. ശത്രുപക്ഷം ഇരട്ടിയിൽ കൂടുതലാണോ എന്നാൽ പിന്തിരിഞ്ഞോടുന്നതിന് വിരോധമില്ല. അത് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന ആശയമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നത് വലിയ തെറ്റാണ്. അതുപോലെ ഒരു തെറ്റാണ് അക്ലു റിബാ, പലിശ വാങ്ങുക, പലിശ തിന്നുക, പലിശയുമായി ബന്ധപ്പെടുക. ലഅനല്ലാഹു ആകില റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി. പലിശ വാങ്ങുന്നവൻ, എടുക്കുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, പലിശ ഏർപ്പാടുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ലഅനത്തിയാണ്. അതുകൊണ്ട് പലിശയിൽ നകന്ന് ജീവിക്കണേ മുസ്ലിമീങ്ങളെ. ചില ആളുകളുണ്ട്, എനിക്കൊരു ചെറിയ കച്ചവടം തുടങ്ങണം ഉസ്താദേ, അതിന് ഞാൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ വീട് കൊണ്ടുപോയി പണയം വെച്ച് പൈസ വാങ്ങി, എന്നിട്ടോ കച്ചവടത്തിൽ ഒരു ലാഭവും കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാ? നീ പലിശയുമായി ബന്ധപ്പെട്ടല്ലേ ഇത് തുടങ്ങുന്ന, എന്നെ ബറക്കത്ത് പോയില്ലേ? പിന്നെ എന്തായി ഉസ്താദേ? സംഗതി പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ വീട് ജപ്തിയിലാണ്, താമസിക്കാൻ വീട് നഷ്ടപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ എൻ്റെ കൈവശത്തിൽ അതാ വീട് ജപ്തിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് അയച്ച എത്രയോ ആളുകളുടെ വോയിസുകൾ എൻ്റെ കയ്യിലുണ്ട്. പറയട്ടെ, പലിശയുമായി ബന്ധപ്പെട്ടവന് രക്ഷപ്പെടാൻ കഴിയോ? ദുനിയാവും രക്ഷപ്പെടൂല, ആഖിറവും രക്ഷപ്പെടൂല. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. അല്ലാഹു തആല സദഖ കൊടുക്കുന്ന സ്വത്തിനെ വളർത്തിയെടുക്കും. പലിശ മുതലിനെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്നത് ഖുർആനല്ലേ. അതും വലിയ ഗുരുതരമായ സബഉൽ മുബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. അങ്ങനെയുള്ള തെറ്റുകളെ കൂട്ടത്തിൽ ഒരു തെറ്റാണ് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണുങ്ങളെ സംബന്ധിച്ച്, തെറ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ച് അതാ വ്യഭിചാരോപണം പറയുക, അത് വലിയ തെറ്റാണ്. ഞാൻ പറയട്ടെ, ചില ഭർത്താക്കന്മാരുണ്ട് സ്വന്തം ഭാര്യനെ പറ്റി സംശയ രോഗികളാണ്. പടച്ചവൻ ആ രോഗം മാറ്റിക്കൊടുക്കട്ടെ. പാടുണ്ടോ മോനെ? നിന്റെ സ്വന്തം ഭാര്യയെ നീ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? ആ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് നീ പറയാൻ പാടുണ്ടോ? ഒരു പക്ഷേ നീ പറയുന്നത് പുറത്താരോടുമല്ല, ആ ഭാര്യയോട് തന്നെയാ നീ പറയുന്നത് നിനക്ക് വേറൊരുത്തനുമായി ബന്ധമുണ്ട്. ആ പാവപ്പെട്ട പെണ്ണിന്റെ വേദന നിനക്കറിയോ? ഒരൊറ്റ പുരുഷനുമായും ഒരു ബന്ധവുമില്ലാത്ത ഒരു പാവപ്പെട്ട പെണ്ണിനോട് നീ ഭർത്താവാണെന്ന ഹുങ്ക് വെച്ചിട്ട് നിനക്ക് വേറെ ഒരാണുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സുരുകുകയാണ്, അവളെ കണ്ണിന്ന് വെള്ളം വരികയാണ്, നെഞ്ഞിടിക്കുകയാണ്. പൂർണ്ണ ഉത്തരവാദി നീയല്ലേ. ആ പെണ്ണിനെ വേദനിപ്പിച്ച നിന്നെ അല്ലാഹു വെറുതെ വിടുമോ? അങ്ങനെ ഒരു ഭാര്യയെ സംശയിക്കുന്ന പുരുഷനായിട്ട് ജീവിക്കരുത്. ഇതുപോലെ സ്ത്രീകളുണ്ട് ഭർത്താവിനെ സംശയിക്കുന്നവര്. നാദാപുരത്തിനടുത്ത് ഒരു മരിച്ച വീട്ടിൽ പോയി ദ്വാരയിൽ കഴിഞ്ഞ് കറക്കുമ്പോൾ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഒരു വയസ്സായ ഒരാളുണ്ട്, അയാളും ഭാര്യയും തമ്മിൽ തെറ്റാ, ഉസ്താദ് മസലഹത്താക്കി തരുമെന്ന്. അങ്ങനെ ഞാൻ നോക്കും, പ്രായമുള്ള ഒരാൾ ഉപ്പാപ്പയാ, മറ്റു വലിയൊരു ഉമ്മാമയാ, ഇവർ തമ്മിൽ തെറ്റാ. ഞാൻ നല്ല ഉപദേശമൊക്കെ കൊടുത്ത് മസലഹത്താക്കി ഇറങ്ങിപ്പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാദാപുരത്ത് വേളുണ്ട്. കൊല്ലത്തിലൊരു 7 ദിവസം വേള് പറയും. ഇക്കൊല്ലത്തെ വേള് ജനുവരി 6 മുതൽ 12 വരെയാണ്. ഒരു ദിവസം വേണമെങ്കിൽ തുടങ്ങുന്ന ദിവസങ്ങളും വന്നോളി, കുഴപ്പമൊന്നുമില്ല. സൂറത്ത് നൂൻ വൽ ഖലം, ആ സൂറത്താണ് ഇക്കൊല്ലം സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ കൊല്ലം വേറെ സൂറത്തായിരുന്നു. ഓരോ കൊല്ലം ഓരോ സൂറത്താണ്.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ വയലിന് വന്ന കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ അവർ പിന്നെയും തെറ്റിപ്പോയി എന്നാണ്. ഈ മക്കളൊക്കെ ഉണ്ടാകും, വലിയ നല്ല വയസ്സുണ്ട്, എന്നെ കണക്കത്തിൽ വയസ്സുണ്ട്, എനിക്ക് എൻ്റെ മക്കളൊക്കെ ഉണ്ട്, പിന്നെ അവരെന്ത് പറയാനാ. സുബ്ഹാനല്ലാഹ്. ഞാൻ അദ്ദേഹത്തോട് നാളെ വയലിന് വരണമെന്ന് പറഞ്ഞയച്ചു. കാരണം ആ പ്രായമുള്ള മനുഷ്യൻ വന്ന് വയലെല്ലാം കഴിഞ്ഞു, ഉസ്താദ് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ്, നിങ്ങളെ ഭാര്യയായിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അത് ഉസ്താദെ, ഞാൻ വീട്ടിൽ കറണ്ടില്ലാഞ്ഞിട്ട് ടോർച്ചിൽ കറണ്ട് കയറാൻ വേണ്ടി ഞാൻ ചാർജ് ചെയ്യാൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ടോർച്ച് കുത്തി ഉണ്ടോ, അത് കയറുന്നവരെ ഞാനവിടെ നിന്ന് അങ്ങനെ ചാർജെല്ലാം കയറിയവരെ ഞാൻ ആ ടോർച്ച് എടുത്ത് വന്ന് കയറിങ്ങി വരുമ്പോൾ തന്നെ ഇവൾ എന്നോട് പറയാണ്, ഇത്ര നേരം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പണിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു തൊണ്ടെടുത്തൊരു ഏറ് കൊടുത്തു. ഇങ്ങനെ ചില ഉമ്മാരുണ്ട്, ആണുങ്ങളെ സംശയിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അതും കടുത്ത തെറ്റാണ്. നിങ്ങളെ ഭാവി ജീവിതം നിങ്ങൾ തകർക്കുകയാണ്. അതുകൊണ്ടല്ലേ അള്ളാന്റെ ഖുർആൻ സമാധാനത്തോടെ ജനങ്ങളെ ജീവിക്കാനാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനുജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കരുത്, ആരും തെറ്റിദ്ധരിക്കരുത്, നല്ലതേ ധരിക്കാവൂ. വയലിന് ഏൽപ്പിച്ച മുസ്ലിയാർ വന്നില്ല, അങ്ങനെ വരാണ്ടിരിക്കാൻ പാടില്ല. വരണോ, വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ. മൂല്യാർ ആദ്യം വാക്ക് ലംഘിച്ചിട്ടാ വരണം, പക്ഷെ വന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ വരാഞ്ഞേ? അയാൾക്ക് പനി പിടിച്ച് പറിച്ചു പോയി, അയാൾക്ക് വരാനാവോ? അപ്പൊ പിന്നെ വയലിന് വന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോ ചില ആൾക്കാർ പറയാണ്ട്, മൂല്യാർ പനിച്ച് ഇതൊക്കെ വെറുതെ പറയായിരിക്കും, വേറെ കൂടുതൽ പൈസ കിട്ടുന്ന സ്ഥലം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനൊക്കെ ഇല്ലേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലർ. നിങ്ങളിവിടെ ഒന്നും അങ്ങനത്തെ ദുഷ്ട മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ സഹോദരന്മാരെ, ഒരാളെയും തെറ്റിദ്ധരിക്കരുത്. വയല് പറയാൻ വേണ്ടി വന്ന മുസ്ലിയാർ സ്റ്റേജ് കയറി നോക്കുമ്പോൾ ആള് വളരെ കുറഞ്ഞ ആളേ ഉള്ളൂ. മൂല്യാരങ്ങ് ചൂടായി, ഇത്രയും അധ്വാനിച്ച് ഞാൻ ദൂരേത് വന്നിട്ട് എന്തേ ആളില്ലാത്തത്? സുബ്ഹാനല്ലാഹ്. വാസ്തവത്തിൽ മൊയ്ലിയാരോട് സംഘാടകരാ ചൂടാകേണ്ടത്. കാരണം നിങ്ങൾ വരുന്നതിന് നോട്ടീസ് ഇറക്കിയിട്ട് ആളെത്തിയില്ലേ, ഉത്തരവാദി നിങ്ങളല്ലേ, ഞങ്ങളല്ലല്ലോ. മുസ്ലിയാരോട് തിരിച്ചല്ലേ ചൂടാകേണ്ടത്. പക്ഷെ ഈ മുസ്ലിയാർ ചൂടാകുകയാണ്. അതേ, ഇവര് പ്രചരിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആള് കുറഞ്ഞതിന് ചിലപ്പോൾ മഴ ചാറിയത് കാരണമാകാം, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചത് കാരണമാകാം, പല കാരണങ്ങളാകാം. അപ്പൊ മുസ്ലിയാർ എന്താ വേണ്ടത്? വയലിൽ വന്ന മുസ്ലിയാർ സംഘാടകരെ സമാധാനിപ്പിക്കണം. അദ്ദേഹം പ്രസംഗത്തിൽ പറയേണ്ടത് എന്താണെന്നറിയോ? ഇത്ര ആള് തന്നെ മഴ പെയ്ത ദിവസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വന്നു നോക്കുമ്പോൾ ഒത്താളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. സംഘാടകർക്ക് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, വന്നവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലേ പിറ്റത്തെ കൊല്ലവും ഒരു വയൽ സംഘടിപ്പിക്കണമെന്ന് ആ സംഘാടകർക്ക് തോന്നൂ. ഇല്ലെങ്കിൽ അതാ മുസ്ലിയാരെ മുക്രിക്കാരന്റെ മുഖം കണ്ടാൽ പള്ളി പോകാനേ തോന്നൂന്ന് പറഞ്ഞ മാതിരി ഈ മുസ്ലിയാരുടെ ദുഷിച്ച സ്വഭാവം കണ്ടാൽ സുബ്ഹാനല്ലാഹ് പിന്നെ ദീനീ പ്രവർത്തനത്തിന് ആളെ കിട്ടുമോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ആരുമാരെയും തെറ്റിദ്ധരിക്കരുത് എന്ന് ഖുർആൻ. വലാ തജസ്സസു, ചുഴന്നന്വേഷിക്കാൻ പാടില്ല. ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട്, ഉസ്താദേ, എന്റെ ഭർത്താവിന് ഏതോ ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാവുന്ന ഒഴിവായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. എന്നോട് ആരാ പറഞ്ഞ്? അതെനിക്ക് ഉറപ്പാ. എങ്ങനെ ഉറപ്പായത്? എനിക്ക് നേരത്തെ സംശയമുള്ള ഒരു പെണ്ണുണ്ട്. എന്നിട്ട് ഒരു ദിവസം പോലച്ചക്ക് രാത്രി 12 മണിക്ക് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചു നോക്കുമ്പോൾ ഭർത്താവ് എൻഗേജിൽ കണ്ടപ്പോൾ ഞാൻ ഉടനെ ഫോണ് കട്ടാക്കിയിട്ട് ഞാൻ സംശയിക്കുന്ന സ്ത്രീനെയും വിളിച്ചു നോക്കുമ്പോൾ അവളും എൻഗേജിലാ. അപ്പൊ എനിക്ക് ഉറപ്പായി. ഇങ്ങനെയൊക്കെ ഒരു ധാരണ വെച്ച് പുലർത്തൽ ശറഇൽ ജായിസാകുമോ? പടച്ചവൻ പൊരുത്തപ്പെടുമോ? പാടില്ല കേട്ടോ. ഖുർആൻ വിരോധിച്ചതാണ്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ. ആരുമാരെയും കുറ്റം പറയാൻ പാടില്ല. നമ്മൾക്ക് അല്ലാഹു പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون.
വിവരമില്ലാത്തവരുടെ തടീച്ചയ്ക്ക് വഴിപ്പെട്ടല്ല ജീവിക്കേണ്ടത്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആ നിയമങ്ങൾ ഓരോന്നോരോന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? എന്നാൽ സഹോദരീ സഹോദരന്മാരെ, തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുകയും ചെയ്യരുത്. തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, അന്യപുരുഷന്റെ നമ്പർ എന്തിനാ നമ്മളെ ഫോണില്? അന്യ സ്ത്രീയുടെ നമ്പർ എന്തിനാ നമ്മളെ ഫോണില്? ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്തത് കൊണ്ട് നടക്കരുത്. തെറ്റിദ്ധാരണക്ക് വഴിവെക്കരുത്. ഒന്നുകൂടി പറയട്ടെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യ സഫിയ ബീവിയോട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നു. രണ്ടാളുകൾ അതിലൂടെ നടന്നു പോകുന്നു. അവരത് കണ്ടപ്പോൾ സ്പീഡ് കൂട്ടി പോവുകയാണ്. നബി തങ്ങൾ അവരെ വിളിക്കുകയാണ്, അങ്ങനെ പോകല്ല, ഹാദിഹി സഫിയ, ഇതെന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. അവര് ചോദിക്കുന്നു, നബിയെ തങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കോ? നബി തങ്ങൾ പറയുന്നത്, അശ്ശൈത്വാനു യജ്രി മജ്റദ്ദമി, രക്തം നടക്കുന്ന സ്ഥലത്തെല്ലാം ശൈത്താൻ നടക്കും. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ തെറ്റിദ്ധരിക്കൂലെങ്കിലും പിൽക്കാലത്തുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകരുത്. അഥവാ ഉണ്ടായാൽ അത് തിരുത്താൻ ശ്രമിക്കണമെന്നത് പഠിപ്പിക്കുകയാണ്. എന്റെ സ്വന്തം മകന്റെ കയ്യും പിടിച്ച് ഞാൻ ആശുപത്രിയിൽ പോവുകയാണ്. എന്റെ മോന്, അതെ, ഞാനൊരു ഉദാഹരണം പറയാണ്. എന്റെ ചെറിയ മോന് താടി മുളച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു മകനാണ്, അല്ലേ, എന്റെ മകന്റെ മകനാണ്. നല്ല സുന്ദരനായ കുട്ടിയാണ്. ആ കുട്ടിയുടെ കയ്യും പിടിച്ച് മുസ്ലിയാരായ ഞാനിങ്ങനെ പോകുമ്പോ പുറത്തുള്ളവർക്കൊരു ധാരണയുണ്ടാകും, അതാ കൂടെ പഠിക്കുന്ന മുതഅല്ലിമായ ആ താടി മുളക്കാത്ത ഭംഗിയുള്ള കുട്ടിയുടെ കയ്യും പിടിച്ചാണ് ഉസ്താദ് പോകുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ടാകും. അത് എന്നെ സംബന്ധിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ എന്ത് വേണം, എൻ്റെ മകൻ്റെ കയ്യും പിടിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പോ ആരെങ്കിലും കണ്ടാ പറയണം, ഇതെന്റെ മോൻ്റെ മോനാണ്, ഇതെന്റെ മകനാണ് എന്നങ്ങ് പറഞ്ഞേക്കണം. തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടാക്കാൻ പാടില്ല. തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണം. സുബ്ഹാനല്ലാഹ്, ഞാൻ പലപ്പോഴും സിറാജുൽ ഹുദയിലെ ഉസ്താദുമാരോട് പറയാറുണ്ട്, നിങ്ങളുടെ അടുക്കൽ പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ടാകും, ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കൾ, അതുപോലെ ഇൽമു പഠിക്കുന്ന മക്കൾ, ആ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള കുട്ടികൾ ഉണ്ടാകും. അത്തരം കുട്ടികൾ അതാ ഉസ്താദിന്റെ റൂമിലേക്ക് കടന്നു വന്ന് വല്ല സംശയവും ചോദിക്കുകയാണെങ്കിൽ 2 കുട്ടികൾ ഒന്നായി വരണം. ഒറ്റ കുട്ടി മാത്രം ഉസ്താദിന്റെ റൂമിലേക്ക് വരാൻ പാടില്ല. കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്, ഉസ്താദുമാരോട് പറയാറുണ്ട്, വാതിൽ തുറന്നു വെച്ചിട്ടല്ലാതെ അത്തരം മുതഅല്ലിമീങ്ങളോട് സംസാരിക്കാൻ പാടില്ല. വാതിൽ അടച്ചു വെച്ച് കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല. ഇത്തഖൂ മവാദിയത്തുഹം, തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണം. വളരെ ശ്രദ്ധിച്ചുകൊണ്ടാകണം ഏത് വിഷയവും കൈകാര്യം ചെയ്യുന്നത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങട്ടെ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമല്ലേ പറഞ്ഞത്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അതാ രഹസ്യാവയവത്തിന്റെ അടുത്ത് കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈ ഒട്ടിപ്പിടിച്ചു പോയപ്പോ എന്ത് ചെയ്യണമെന്നറിയാത്ത ജനങ്ങൾ മാലിക് ഇമാം തങ്ങളോട് വന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ അത്ഭുതകരമായ മറുപടിയാണ്. ആ മയ്യിത്ത് കുളിപ്പിക്കുന്ന പെണ്ണ് കുളിപ്പിക്കപ്പെടുന്ന മയ്യിത്തിനെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ പോയത് അന്വേഷിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ വ്യഭിചാരാരോപണം എന്ന തെറ്റിന് ദുന്യാവിൽ വെച്ച് ഇസ്ലാമിക കോടതി കൊടുക്കേണ്ട ശിക്ഷയുണ്ട്. അതെന്താണത്? 80 അടിയാണ്. സുബ്ഹാനല്ലാഹ്, 80 അടിയടിക്കണം വ്യഭിചാരാരോപണം പറഞ്ഞവനെ. അത് സ്വന്തം ഭർത്താവാണെങ്കിൽ ഭർത്താവിനെ കോടതി 80 അടിയടിച്ച് ശിക്ഷിക്കണം. ഭാര്യയാണെങ്കിൽ ഭാര്യയെ 80 അടിയടിച്ച് ശിക്ഷിക്കണം. കുടുംബത്തിൽപ്പെട്ടവരോ പുറത്തുള്ളവരോ ആണോ,
വ്യഭിചാരാരോപണം പറഞ്ഞവന് സമാനീന ജൽദാ, ഖുർആനാണ് 80 അടിയടിക്കണം. എന്നാൽ വേറെ ഒരാളും കൂടി പറഞ്ഞാലോ അവനെയും 80 അടിയടിക്കണം. ഉസ്താദേ, സംഗതി രണ്ടാളും കണ്ടതാണെങ്കിൽ തന്നെ 80 അടിയടിക്കണം. കണ്ടതൊക്കെ പറയാൻ ഇവനാരാ ഏൽപ്പിച്ചത്? കണ്ടത് പറഞ്ഞാൽ തന്നെ 80 അടിയടിക്കണം. രണ്ടാമതൊരാളും കൂടി പറഞ്ഞാലോ അവനെയും 80 അടിയടിക്കണം. മൂന്നാമുള്ള ഒരാളും കൂടി കണ്ടിട്ട് പറഞ്ഞാലോ അവനെയും 80 അടിയടിക്കണം. ആകയാൽ 240 അടിയാണ്. വ്യഭിചാരാരോപണം പറഞ്ഞവന് ഇസ്ലാമിക കോടതി ശിക്ഷിക്കുന്നത് 240 അടിയാണ്. മൂന്നാൾക്ക് ഇനി ആ ശിക്ഷ ഒഴിവായി കിട്ടണമെങ്കിൽ 4 ആള് പറയണം. 4 ആള് പറഞ്ഞാൽ പിന്നെ അടിക്കൂല. പക്ഷെ എങ്ങനെ പറയണോന്നറിയോ? അതാ അവൻ അതിലങ്ങ് കയറിപ്പോകുന്നത് കണ്ടു, ഇപ്പുറത്തൂടി അവളും കയറിപ്പോകുന്നത് കണ്ടു എന്നൊന്നും പറഞ്ഞാ പോരാ. പിന്നെങ്ങനെ പറയണം? ബക്കറ്റും കയറും കിണറ്റിലേക്ക് ഇറങ്ങുന്നത് പോലെ അതാ അവളും അവനും തമ്മിലുള്ള ലൈംഗികാവയവം പരസ്പരം ബന്ധപ്പെടുന്നത് ബക്കറ്റും കയറും കിണറ്റിലിറങ്ങും പോലെ കണ്ടു എന്ന് പറയണം. അങ്ങനെ കാണുന്ന നിലക്ക് ആരെങ്കിലും ആ പണിയെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അങ്ങനെ 4 ആള് സാക്ഷി പറഞ്ഞിട്ട് ലോകത്തിന്നേ വരെ ഒരൊറ്റ വ്യഭിചാരിയെയും എറിഞ്ഞു കൊന്ന ചരിത്രമില്ല കേട്ടോ. ചിലർ പറയും ഇസ്ലാമിൽ കടുത്ത ശിക്ഷയായി പോയി വ്യഭിചാരിനെ എറിഞ്ഞു കൊല്ലുക. അങ്ങനെ സാക്ഷി പറഞ്ഞിട്ട് ഇന്നേ വരെ ഓരോറ്റ വ്യഭിചാരിനെ എറിഞ്ഞു കൊന്നില്ല. കാരണം അങ്ങനെ ആരും അപ്പണി എടുക്കൂല. ഇനി ഒരാള് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ ആളുകളെ മുമ്പിൽ പരസ്യമായിട്ട് ചെയ്യുന്നതാണെ പിന്നെ അവനെ എറിഞ്ഞു കൊന്നാ മതിയോ? അങ്ങനത്തെ ഒരുത്തനാണെങ്കിൽ അവന്റെ നാശം ചെറുതാ. അതുകൊണ്ട് ഇസ്ലാമിക കോടതി നിയമമുള്ള സ്ഥലത്ത് ഇസ്ലാമിക കോടതി അത് വിധിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചേ വിധിക്കാൻ പാടുള്ളൂ, ചെയ്യാനും പറ്റുള്ളൂ. അത് വേറെ നിയമം. ഓ സഹോദരന്മാരെ, ഏതായിരുന്നാലും മാലിക് ഇമാം തങ്ങൾ പറയാണ്, അവള് വ്യഭിചാരം ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ 80 അടി അടിക്കണം. എന്നാൽ ആ കയ്യിന്റെ വിരല് തെറിച്ചു വരും. മയ്യത്തിന്റെ ഹക്കാണത്, മയ്യത്തിന്റെ അവകാശമാണത്. അത് കൊടുക്കാതെ മയ്യത്ത് വിടൂല. എല്ലാ മയ്യത്തും ഒരുപോലെയല്ല. അല്ലാഹുവിന്റെ മഹാന്മാരായ ചില ആളുകളുണ്ട്, മഹദികളുണ്ട്. അവർക്ക് മരണശേഷവും കറാമത്തുണ്ട്. മരണശേഷവും അവർക്ക് ചില കഴിവുകൾ റബ്ബ് കൊടുക്കുന്നുണ്ട്. നാട്ടുകാര് പോയി ആ പെണ്ണിനെ വിളിച്ച് ചോദിച്ചു, അല്ല നീ ആ മയ്യത്തിനെ സംബന്ധിച്ച് വിചാരാരോപണം പറഞ്ഞിരുന്നോ? അപ്പോൾ അവള് പറഞ്ഞു, അത് ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ രഹസ്യാവയവങ്ങളുടെ സമീപം കഴുകി വൃത്തിയാക്കുമ്പോ ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഈ സ്ഥലം കൊണ്ട് ഇവളെത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെയാണ് എൻ്റെ കയ്യിൻ്റെ വിരലെവിടെ ഒട്ടിപ്പിടിച്ചു പോയത്. സുബ്ഹാനല്ലാഹ്, 80 അടി പാസാക്കുന്നു ആ പെണ്ണിനെ. 80ാമത്തെ അടിയോടെ കയ്യിന്റെ വിരല് തെറിച്ചു വരുന്നു. അതാണ് കേട്ടോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ചേരാനാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഭരണാധികാരിയുടെ റെക്കമെൻഡ് ലെറ്ററുമായി വന്നിട്ട് ലെറ്റർ കൊടുത്തത്. അത് കിട്ടിയപ്പോൾ ഭരണാധികാരി ഏതായാലും പോകാമെന്ന നിലക്ക് ഇറങ്ങി. ശാഫി ഇമാം തങ്ങളെയും കൊണ്ട് ഇറങ്ങി. അതാ മാലിക് ഇമാമിന്റെ വീട്ടിന്റെ മുറ്റത്തെത്തി. വാതിലിന് മുട്ടിയപ്പോൾ ഒരടിമ സ്ത്രീ ഇറങ്ങി വന്നു. വന്നിട്ട് പറഞ്ഞു, ആരാണ്? അത് ഞാൻ ഇവിടുത്തെ മക്കയിലെ മദീനയിലെ ഭരണാധികാരിയാണ്. അതെ, എനിക്കൊന്ന് കാണണം. അതാ ആ സ്ത്രീ പോയിട്ട് മടങ്ങി വന്നിട്ട് പറയാണ്, സാധാരണ ഉസ്താദ് വരുന്നൊരു സമയമുണ്ട്, അതുവരെ കാത്തിരിക്കേണ്ടി വരും. ഭരണാധികാരി പറഞ്ഞു, എൻ്റെ ആവശ്യത്തിനല്ല, ഒരു മുതഅല്ലിം വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന്. ആ മുതഅല്ലിമിന്റെ വിഷയം സംസാരിക്കാൻ മക്കയിലെ ഭരണാധികാരിയുടെ ഒരു എഴുത്തുമുണ്ട്. അതുകൊണ്ടൊന്ന് നന്നായിരുന്നു കണ്ടാൽ.
സുബ്ഹാനല്ലാഹ്, ഒരു വലിയ കസേരയും എടുത്താണ് പിന്നെ ആ അടിമപ്പെണ്ണ് വരുന്നത്. ആ കസേര അവിടെ കൊണ്ടുപോയിട്ടു അല്പം കഴിയുമ്പോഴതാ നല്ല നീളക്കുപ്പായം ധരിച്ച, നല്ല തലയെക്കെട്ട് കെട്ടിയ, നല്ല താടിയുള്ള, വല്ലാത്ത ഹൈബത്തുള്ളൊരു പണ്ഡിതൻ ഇറങ്ങി വരുന്നു. അവിടെ കസേരയിലിരിക്കുന്നു. വന്ന കാര്യം ചോദിക്കുന്നു. ഭരണാധികാരി വിഷയം പറഞ്ഞുകൊണ്ട് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അതാ മക്കയിലെ ഭരണാധികാരി എഴുതി കൊടുത്ത കത്ത് കൈമാറുന്നു. ആ കത്തിലുണ്ട് വല്ലാത്ത ബുദ്ധിമാനായ പണ്ഡിതൻ, ചെറുപ്പക്കാരനാണ്, വല്ലാത്ത ഗ്രാഹ്യശക്തിയാണ്, വല്ലാത്ത മനപ്പാടമാക്കാനുള്ള കഴിവാണ്. അങ്ങനെ ഒരുപാട് ബഹുമാനങ്ങൾ ആ ചെറുപ്പക്കാരനായ കുട്ടിയെ സംബന്ധിച്ച് കത്തിലുണ്ട്. അതിങ്ങനെ വായിച്ചപ്പോ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സാറ ഇൽമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുത്ലബു ബിൽ വസായിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ് അതിങ്ങനെ അതാ റെക്കമെൻഡ് ചെയ്ത് തേടുന്ന കാലം വന്നല്ലോ. ആലിമീങ്ങൾ ചുരുങ്ങിപ്പോയല്ലോ. സുഹൃത്തുക്കളെ, ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അതാ അവിടുന്ന് പറഞ്ഞു, മോനെ, നാളെ മുതൽക്ക് എൻ്റെ കിതാബുൽ മുവത്ത എന്ന് പറയുന്ന കിതാബ് ദർസിൽ വന്ന് ചേർന്നോ. അപ്പോ വന്ന മക്കയിൽ നിന്ന് വന്ന ശാഫി ഇമാമാകുന്ന കുട്ടിയുടെ മറുപടി, അത് തീർത്തും മനപ്പാടമാക്കിയിട്ടാണ് ഉസ്താദേ ഞാൻ മദീനയിലേക്ക് വന്നത്. സുബ്ഹാനല്ലാഹ്. മാലിക് ഇമാം പറഞ്ഞു, എന്നാലും എൻ്റെ ദർസിൽ പങ്കെടുത്തോ. ശാഫി ഇമാം തങ്ങൾ പറയുന്നു, ഓരോ ദിവസവും ഞാൻ മാലിക് ഇമാമിൻ്റെ ദർസിൽ പങ്കെടുക്കുമ്പോൾ മനപ്പാടമാക്കിയ കിതാബാണെങ്കിലും എല്ലാ ദിവസവും എനിക്ക് ഇൽമ് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു. മുതഅല്ലിമീങ്ങളെ, പഠിച്ച കിതാബ് തന്നെ പിന്നെയും പിന്നെയും നോക്കണം, പിന്നെയും പിന്നെയും ഓതി നോക്കണം. കിട്ടാത്ത സ്ഥലങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ച് ഗ്രഹിക്കണം. ഇൽമ് കൊണ്ടുള്ള മധുരം നമുക്കൊരിക്കലും തന്നെ ആ ഇൽമിന്റെ മധുരം നഷ്ടപ്പെട്ടുകൂടാ. പഠനത്തിൽ മുഴുകിയിട്ട് മുതഅല്ലിമീങ്ങൾ ജീവിക്കണം. അല്ലാഹുവിന്റെ ദീന് പഠിച്ച നല്ല പ്രഗത്ഭരായ ആലിമീങ്ങൾ ഉണ്ടാകണം. എന്നാലേ റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീന് നശിച്ചു പോകും.